ഹലോ, എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ സുധി എന്ന പെരുങ്കള്ളനെ ചന്ദ്രമതി എടുത്തങ്ങ് കൈകാര്യം ചെയ്യാണ്. തന്റെ വീട്ടിൽ നിന്ന് പോലും മോഷ്ടിക്കാനായിട്ട് മടിയില്ലാത്ത അവന് 2-3 അടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ചന്ദ്ര പറഞ്ഞു, ഇനി എന്റെ മുഖത്ത് നോക്കി പോകരുത്, ഇറങ്ങടാ വെളിയിലെന്നും പറഞ്ഞു അവനെ ആട്ടി ഓടിക്കുന്ന ആ ഒരു സമയം റൂമിലെ ബഹളമൊക്കെ കണ്ടിട്ട് രേവതി വന്ന് അവിടെ നോക്കുകയാണ്. അപ്പൊ രേവതിക്ക് മനസ്സിലായി ഇത് അമ്മയും മകനും തമ്മിലുള്ള. അങ്ങനെ നമ്മുടെ രേവതി സുധിയെ നോക്കി നിൽക്കുമ്പോഴത്തേക്കിനും സുധി അവിടുന്ന് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ രേവതി റൂമിൽ ചെന്നു. അപ്പം രേവതിയുടെ ഈ ഒരു സങ്കടമൊക്കെ കാണുമ്പോൾ സച്ചി അവളുടെ അടുത്ത് ചെന്നിട്ട്, എന്താ പറ്റിയത്, ഇന്നിവിടെ നടന്ന കാര്യങ്ങള് എടി നിനക്കറിയാലോ, അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളെന്നും ഇങ്ങനെയൊക്കെ പെരുമാറുള്ളെന്നും അതൊന്നും പറഞ്ഞ പറ്റത്തില്ലെന്നേ. എനിക്ക് എത്രമാത്രം അതൊക്കെ സങ്കടം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയാലോ. എൻ്റെ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ട വളർത്തിയത്, എത്ര സമയം നിന്ന് കഷ്ടപ്പെട്ടിട്ട ആ ഒരു പൂവൊക്കെ കെട്ടി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ വളർത്തിയ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കറിയില്ല. എൻ്റെ അമ്മ എന്ത് കാര്യമാണെങ്കിലും ആലോചിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ. രേവതി, നീ ഒന്ന് സമാധാനപ്പെട്. എൻ്റെ അമ്മയെ നീ ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ. നീ ഇവിടെ വന്നു കയറിയ ദിവസം മുതൽ എൻ്റെ അമ്മയുടെ തനി സ്വഭാവം നിനക്ക് മനസ്സിലായതല്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും രേവതിക്ക് വലിയ വിഷമമൊക്കെ ആയി. അവൾ ഒരുപാട് കാര്യങ്ങൾ സച്ചിയോട് പറയുകയാണ്. അതെ, എൻ്റെ അച്ഛൻ എൻ്റെ ശരത്ത് ചെയ്ത ആ ഒരു തെറ്റ് അതൊക്കെ ആലോചിച്ച് തന്നെയാണ് അന്ന് എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ഒരു അപകടത്തിലേക്ക് പോയി പെട്ടത്. എന്തായാലും ഇനി എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്ന സമയം സച്ചി പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ദേ നിനക്ക് ഞാനില്ലേ കൂട്ട്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ നിങ്ങളുടെ അമ്മ പറഞ്ഞപ്പം ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ എങ്ങനെ ഒറ്റപ്പെട്ടെന്ന് ഈ പറയുന്നത്? ദേ നിനക്കും ഞാനും എനിക്ക് നീയും, അതുപോലെ തന്നെ നിന്റെ അമ്മയും നിന്റെ അനുജനും നിന്റെ അനുജത്തിയും ഒക്കെ എൻ്റെ സ്വന്തമല്ലേ. എൻ്റെ സ്വന്തത്തിൽപ്പെട്ട നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ സംസാരിച്ചതെന്ന് സച്ചി ഇങ്ങനെ പറയുന്ന ആ ഒരു സമയം നമ്മുടെ രേവതിക്ക് വലിയ സന്തോഷമായിട്ടോ. രേവതി വേഗം ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം അവളുടെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ സച്ചിയുടെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം അങ്ങ് ചെലവഴിക്കുക. പിറ്റേ ദിവസം രാവിലെ ആയി. ചന്ദ്രമതി ആണെങ്കിൽ, ഇവളെയൊക്കെ വിളിച്ചെഴുന്നേപ്പിക്കണമല്ലോ ദൈവമേ, ഈ റൂമിന്റെ വാതിക്കെ വന്ന് നിന്നിട്ട് പോലും ഞാൻ ഇത്രയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും ഇവളൊന്നും അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പിറുപിറുത്തുകൊണ്ട് രേവതിയുടെയും സച്ചിയുടെയും റൂമിന്റെ വെളിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. രേവതി കുളിച്ച് മുടിയൊക്കെ ഇങ്ങനെ ഈറനൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സമയം രേവതിയെ കണ്ടതും നമ്മുടെ ചന്ദ്രമതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. അല്ല, നീ ഇപ്പൊ കുളിച്ചോ? എന്തിനിപ്പൊ ഇത്രയും രാവിലെ കുളിക്കുന്നത്? അത് ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് കാപ്പി വേണമെന്ന് ചോദിച്ച് രേവതി കിച്ചണിലേക്ക് പോവാണ്. അപ്പൊ ഇവളുടെ മുഖത്തെ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു ഉത്സാഹമൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതിക്ക് ചില സംശയങ്ങൾ വരുവാണ്. ഈശ്വര, ഇനി ശ്രുതിക്കും മുന്നേ ഇവർക്ക് കുഞ്ഞുണ്ടാകുമോ എന്നുള്ളൊരു പേടി. ആ ഒരു പേടിയിൽ ചന്ദ്ര ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വർഷയെയും ശ്രീകാന്തിനെയുമാണ്. അപ്പം വർഷയെ രാവിലെ കൊണ്ടുപോയി ആക്കുന്നതും വൈകുന്നേരം തിരിച്ചു വിളിക്കുന്നതും ഒക്കെ പതിവ് ഒരു കലാപരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്തിന്റെ അടുത്ത് വർഷ പറഞ്ഞു, എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി പോയത് കൊണ്ടാ ഞാൻ നിന്നോട് ലിഫ്റ്റ് ചോദിച്ചത്. നിനക്ക് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുമ്പം എനിക്ക് ബുദ്ധിമുട്ടായല്ലോ. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ബുദ്ധിമുട്ടായാലും ഇതൊക്കെ അങ്ങ് സഹിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വർഷം ഇങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ ചെവിയിൽ നിന്നുള്ളതാണ്. അങ്ങനെ അവര് വളരെയധികം സന്തോഷത്തിൽ നിന്ന് സംസാരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, കേറ്, ഞാൻ എന്തായാലും എന്റെ ഡ്യൂട്ടി അങ്ങ് ചെയ്തേക്കാന്നും പറഞ്ഞ് അവളെ പിന്നിലിരുത്തി ശ്രീകാന്ത് ബൈക്കിൽ പോകുന്ന ആ ഒരു കാഴ്ച ഭാമ കാണുക. ഭാമ ഇത് കണ്ടതും, ഇത് ശ്രീകാന്താണല്ലോ, ഇവന്റെ പിന്നിലിരിക്കുന്ന പെണ്ണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ചന്ദ്രമതി രേവതിയെയും സച്ചിയെയും ഒക്കെ കുറ്റം പറയുന്ന സമയത്ത് ഈ ശ്രീകാന്ത് എന്ന് പറയുന്ന പുത്രനെയൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവൻ ഏതേലും ഒരു വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത്
പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയെയാണ്. രേവതിയോടും അവളുടെ വീട്ടുകാരോടും ഒക്കെ മാപ്പ് പറഞ്ഞതും അതുപോലെ തന്നെ ശ്രുതിക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടതും ഒക്കെ ആലോചിച്ച് ചന്ദ്രമതി വളരെയധികം സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഭാമ വിളിക്കുകയാണ്. എടി ചന്ദ്രേ, നീ എന്തെടുക്കാണ്? നീ വീട്ടിലുണ്ടാകുമെന്ന് ചോദിക്കുമ്പം ഞാൻ വീട്ടിലുണ്ടടി. എന്താ നിന്റെ സ്വരത്തിനൊരു വല്ലായ്മ? എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടടി, പറയാം. അല്ല, നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക. അതെ, ഞാനിപ്പോ വീട്ടിലേക്ക് വരാം, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഭാമ ഫോൺ വെക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഭാമ ശ്രീകാന്തിന്റെയും വർഷയുടെയും കാര്യം പറയാനായിരിക്കും വരുന്നത്. അപ്പൊ കാത്തിരുന്ന് കാണാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഇനിയും കിടിലൻ പണികൾ കിട്ടാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.